ചികിത്സാ പിഴവ് പരാതികൾ നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ഇന്ന് പൊളിക്കും. ഒരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉയർത്തും. മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടും സഭയിൽ ഉന്നയിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച നേറ്റിവിറ്റി കാർഡും ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. റോഷിപാലുണ്ട്. റോഷിപാൽ, സംഭവ ബഹുലമാവും. 2 ദിവസം മാത്രമേ സഭയുള്ളൂ, പക്ഷേ 2 ദിവസവും സൂപ്പറായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് വിഷയങ്ങൾ സഭയിലേക്ക് വരാൻ പോകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കത്തി നിൽക്കുന്ന ചികിത്സാ പിഴവ് വിവാദമാണ്. കഴിഞ്ഞ തവണ സഭ പിരിയുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. പിന്നീടാണ് നിയമസഭ പിരിഞ്ഞതിന് ശേഷമാണ് ആ കണക്കുകൾ പുറത്തു വന്നത്. ആ സഭയും എടുത്ത് മേശപ്പുറത്ത്, ആ കണക്കും എടുത്ത് സഭയുടെ മേശപ്പുറത്ത് വെക്കുമെന്നാണ് അറിയുന്നത്. ആരൊക്കെ മേശപ്പുറത്ത് കയറും, ആരൊക്കെ നടുത്തളത്തിൽ ഇറങ്ങും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഇന്ന് അത്യന്തം നാടകീയമായ പ്രതിഷേധങ്ങൾക്ക് സഭ സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ടോ? റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്ന് നിയമസഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാവിലെ 8 മണിക്ക് UDF പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. യോഗത്തിലാണ് നിയമസഭയിൽ എന്തൊക്കെ വിഷയങ്ങൾ അവതരിപ്പിക്കണമെന്നതിൽ അന്തിമ തീരുമാനമുണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിനു പുറമെ തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിനെതിരെ നടത്തിയ പരാമർശങ്ങൾ അടക്കം ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട്, അതിലെ ചില കണക്കുകളിലെ സംശയങ്ങൾ, ഇതൊക്കെ സഭക്കകത്ത് ഉയർത്തി വീണ്ടും മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ടുള്ള കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാനാകും പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നാണ് സൂചന. രാവിലെ തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ ചികിത്സാ പിഴവിൽ കത്രികയുമായി ബന്ധപ്പെട്ട ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവടക്കം വിവിധ വിഷയങ്ങൾ അതും സഭയ്ക്കകത്ത് ഉന്നയിക്കണമെന്ന ആലോചനയും നടക്കുന്നുണ്ട്. ഏതായാലും ആ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതിനപ്പുറത്തേക്ക് സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നടപടിക്രമങ്ങളുണ്ട്. ഇന്ന് നാറ്റിവിറ്റി ബില്ല് സഭയ്ക്കകത്ത് വരികയാണ്. ഒന്ന്, കേരളത്തിന്റെ തിരിച്ചറിയൽ കാർഡാണ് നാറ്റിവിറ്റി ബില്ല്. കാരണം പൗരത്വ രജിസ്ട്രേഷൻ സംബന്ധിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്കയ്ക്ക് വിരാമമിടാൻ വേണ്ടിയാണ് നാറ്റിവിറ്റി കാർഡ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. അത് ബില്ലായി ഇന്ന് സഭയ്ക്കകത്തെത്തും. മറ്റൊന്ന്, ധനവിനിയോഗ ബില്ലുകളാണ്. ബജറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വിവിധ വകുപ്പുകളുടെ ധനവിനിയോഗ ബില്ലുകൾ ഇന്ന് മന്ത്രിമാർ സഭയ്ക്കകത്ത് ഉയർത്തും. രാവിലെ ചോദ്യോത്തര വേളയിൽ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ചോദ്യോത്തര വേളയുമായി പ്രതിപക്ഷം സഹകരിക്കുമോ എന്നറിയില്ല. ഒരുപക്ഷെ കഴിഞ്ഞ സഭാ സെഷനിലുള്ളതുപോലെ തന്നെ സത്യാഗ്രഹ സമരത്തിലേക്ക് പ്രതിപക്ഷം കടക്കുമോ എന്നതും അല്പസമയത്തിനകം അറിയാൻ കഴിയും. അങ്ങനെയെങ്കിൽ തുടക്കം മുതൽ തന്നെ പ്രതിഷേധമാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ബില്ലുകളടക്കം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സഭാ സമ്മേളനമാണ്. കാരണം 2 ദിവസത്തിനപ്പുറത്തേക്ക് ഇന്നും നാളെയും കൊണ്ട് സഭാ സമ്മേളനം പൂർത്തിയാകാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതുയുഗ യാത്രയിലായതുകൊണ്ട് ഈ സെഷനിൽ സഭാ സമ്മേളനത്തിൽ ഇന്നും നാളെയും വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മുതിർന്ന നിയമസഭാ സാമാജികർ, പ്രതിപക്ഷത്ത് രമേശ് ചെന്നിത്തലയും ഒപ്പം സണ്ണി ജോസഫും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള MLA മാരും ഇന്ന് സഭയിൽ എത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു റോഷിപാൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഭയുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ലഹരിയാണ് അല്ലേ? സഭയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ചൂടോടുകൂടി അത് പ്രേക്ഷകർക്ക് വിളമ്പിത്തരാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. അതായത് അവിടെ ആൾക്കാർ ബഹളം ഉണ്ടാകുന്ന സമയത്ത് നമ്മളിങ്ങനെ രസിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. ചൂടേറിയ ആ രാഷ്ട്രീയ സംവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചൂടോടുകൂടി, ഒട്ടും ചൂടാറാതെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മളുടെ തത്സമയ സംവിധാനം എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കേറെ സന്തോഷമുള്ളൊരു കാര്യം. ഒരു പ്രേക്ഷകൻ മനോജ് പറയുന്നു, കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് LV അജയകുമാറിൻ്റെതാണ് ഈ ഹോസ്പിറ്റൽ. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം ഇങ്ങോട്ട് നടത്തുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടോ? കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് LV അജയകുമാറാണോ? അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ ചില ആളുകൾ അത് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിക്കെതിരെ സമരം നടത്തുമ്പോൾ കാട്ടാക്കടയിൽ മമാൽ ആശുപത്രിയിലേക്ക് കൂടി സമരം നടത്തണം എന്ന് പറഞ്ഞാൽ അവിടെ ഇതുവരെയും ആരുടെയും സമരമൊന്നും നമ്മൾ കണ്ടില്ല. അതിനി അങ്ങനെ സമരം നടത്തണം എന്നുള്ളതല്ല. ആശുപത്രിയെ തന്നെ തുടരുക എന്നുള്ളതാണ്. പക്ഷേ വീഴ്ച വരുമ്പോൾ നമ്മളത് പറയുക തന്നെ വേണം. അത് എവിടെയാണെങ്കിലും, സ്വകാര്യ ആശുപത്രി ആണെങ്കിൽ ആ സ്വകാര്യ ആശുപത്രി, അതൊരു പേരുണ്ടാവുമല്ലോ.